നമസ്കാരം. എല്ലാവർക്കും ലേറ്റസ്റ്റ് പെൻഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും സർക്കാർ സംബന്ധമായ വിശദമായ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും, അതായത് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും കുടിശ്ശിക പെൻഷൻ്റെ വിതരണം ഏകദേശം അവസാനിക്കാനാണ് പോകുന്നത്. ഇനി ഒരു മാസത്തെ, അതായത് ഒരു കുടിശ്ശിക പെൻഷൻ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ സർക്കാർ നൽകിക്കഴിഞ്ഞു. എല്ലാ മാസവും ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ സർക്കാർ പെൻഷൻ വിതരണം നൽകുന്നുണ്ട്. ഇനി തുടർന്നും അതേ രീതിയിൽ തന്നെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുക എന്നുള്ളതാണ്. നിരവധി ആളുകൾ, ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേമ പെൻഷനിൽ നിന്ന് പട്ടികയിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട്. കാരണം മസ്റ്ററിംഗ് ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ, നമുക്ക് സെപ്റ്റംബർ 10 വരെയായിരുന്നു പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ നൽകിയിട്ടുള്ള സമയം. അതിന് മുന്നോടിയായിട്ട് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളെ എല്ലാവരെയും തന്നെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാ മാസം 20 വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തു നൽകും. അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും തുടർന്ന് നിങ്ങൾക്കുള്ള ആനുകൂല്യ വിതരണം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. കുടിശ്ശിക അടക്കമുള്ള വിതരണ നടപടികളാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നിവയ്ക്ക് പുറമെ 8 ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക കൈപ്പറ്റുന്ന കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്കും, അതുപോലെ തന്നെ സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും, ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയിട്ടുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും, അല്ലാത്തവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും എത്തിയിട്ട് പെൻഷൻ തുക എത്തിച്ചേരും. ഗുണഭോക്താക്കൾക്ക് ആദ്യമായിട്ട് ഈ മാസം വിതരണം ഉണ്ടായിരിക്കുക 1600 രൂപയായിരിക്കും. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കുടിശ്ശികയുടെ വിതരണം കൂടിയാണ് ധനവകുപ്പ് വിതരണം ചെയ്യാനായി തീരുമാനിച്ചിട്ടുള്ളത്.